നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിൽ ഈ ജില്ലയ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. നമ്മുടെ സമ്മേളനം നടക്കുന്ന ഈ മൈതാനം മറൈൻ ഡ്രൈവ് ഒരു കാലത്ത് കായലിൻ്റെ ഭാഗമായിരുന്നു. പിന്നോക്കക്കാർക്ക് പൊതു ഇടങ്ങളിൽ നടക്കുന്നതിന് പോലും അവകാശമില്ലാതിരുന്ന കാലം. അത്തരമൊരു ഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹത്തിന് പൊതു ഇടങ്ങളിലൊന്നും സമരം സംഘടിപ്പിക്കാൻ അവസരം കിട്ടാതിരുന്ന ഘട്ടത്തിൽ ഈ കായലിലാണ് വഞ്ചി കെട്ടി കായൽ സമരം സംഘടിപ്പിച്ചത് എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ മാത്രമല്ല പൗരസ്ത്യ രാജ്യങ്ങളിൽ ആദ്യമായി ഒരു സർവമത സമ്മേളനം നടക്കുന്നത് 1924 ഇതേ ശിവരാത്രി ദിനത്തിൽ ആലുവയിൽ വച്ചാണ്. ആലുവയിലെ അതേ അദ്വൈതാശ്രമത്തിൽ വച്ചാണ് ജാതിയില്ലാ വിളംബരവും ശ്രീനാരായണ ഗുരു പ്രഖ്യാപിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ ജനിക്കുകയും പൊരുതുകയും ചെയ്ത മണ്ണും എറണാകുളം ജില്ല തന്നെയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ ദളിത് വനിത എന്ന രൂപത്തിൽ ഏക പ്രാതിനിധ്യമുണ്ടായിരുന്ന ദാക്ഷായണി വേലായുധൻ ഇവിടമെന്ന് അധിക ദൂരെയല്ലാത്ത മുളവുകാട് പഞ്ചായത്തിലാണ് ജനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. അത്രമാത്രം സമ്പന്നമായ ചരിത്രത്തിന്റെ ഇടമാണ് എറണാകുളം ജില്ല. 1928 കൊച്ചിൻ പോർട്ട് ലേബർ അസോസിയേഷൻ കൊല്ലം ലേബർ യൂണിയനോടൊപ്പം തന്നെ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനവും ഈ ജില്ലയ്ക്ക് ചരിത്രവും ഈ ജില്ലയ്ക്ക് അവകാശപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നേതൃത്വം നൽകിയ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പോരാട്ടം പാലിയം സമരം. ആ പാലിയം സമരത്തിന്റെ പോരാട്ട വീതിയിലാണ് സഖാവ് AG വേലായുധൻ രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഈ ജില്ലയിലെ ആദ്യ രക്തസാക്ഷിയാണ് സഖാവ് AG വേലായുധൻ. ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് കൂത്താട്ടുകുളത്ത് നടന്ന ജാഥയിൽ ഐക്യ കേരളം എന്ന ലഘുലേഖ വിതരണം ചെയ്യുന്നതിന്റെ പേരിലാണ് സഖാവ് ഉല്ലല അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൂത്താട്ടുകുളം ലോക്കപ്പിൽ വെച്ചാണ് സഖാവ് ഉല്ലല ദാമോദരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ ആ ശരീരം പോലും വിട്ടുകൊടുക്കാതെ പോലീസ് സ്റ്റേഷൻ അകത്ത് തന്നെയാണ് സംസ്കരിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ജ്വലിക്കുന്ന ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് മട്ടാഞ്ചേരി സമരവും ധീരമായ രക്തസാക്ഷിത്വവും. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ 40കളിലെ ഭക്ഷ്യക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ തൃപ്പൂണിത്തുറ കോവിലകത്ത് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ സെല്ല്, ആ സെല്ല് ഒരു റിലീഫ് കിച്ചന് നേതൃത്വം നൽകുകയുണ്ടായി. പല പ്രദേശങ്ങളിൽ വന്ന ആളുകൾ, സാധാരണക്കാർ ഈ കിച്ചന്റെ സഹായം സ്വീകരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ കോവിലകത്തേക്ക് വന്നിരുന്നു എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെയാണ് ഇടപ്പള്ളി സംഭവം. അതിന്റെ വാർഷികം കഴിഞ്ഞ ദിവസമായിരുന്നു. ത്യാഗത്തിന്റെ മറ്റൊരു രൂപമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ ഇതേവരെയുള്ള വളർച്ചയ്ക്കിടയിൽ ജില്ലയിൽ നിരവധി സഖാക്കൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ധീരരക്തസാക്ഷിത്വം വരിച്ച അഭിമന്യു പഠിച്ച ക്യാമ്പസും നമ്മുടെ ഈ സമ്മേളന നഗരിൽ നിന്ന് അധിക ദൂരെയല്ലാതെയാണ് എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിരവധി സമ്മേളനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. 1957 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ അധികാരത്തിൽ കേരളത്തിൽ വരുമ്പോൾ ആദ്യത്തെ നിയമസഭാ പാർട്ടി യോഗം ചേരുന്നത് ഇവിടമെന്ന് അധിക ദൂരെയല്ലാത്ത TDM ഹാളിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് സഖാവ് EMSനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. എറണാകുളത്ത് നിന്ന് തന്നെയാണ് സഖാവ് EM മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ യാത്ര തിരിച്ചതും എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷ നേതൃത്വം നാഷണൽ ദേശീയ കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം പാർട്ടി രൂപീകരണത്തിന്റെ ആദ്യഘട്ടത്തിൽ 1964 ജൂൺ 12, 13 തീയതികളിൽ കേരളത്തിന്റെ സംഘാടക സമ്മേളനവും സംഘാടക സമിതി രൂപീകരണവും നടന്നത് എറണാകുളത്ത് വെച്ചാണ്. 1968 പാർട്ടിയുടെ പ്ലീനം എറണാകുളത്ത് ചേർന്നതും സംഘടനാ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരെ, വ്യതിയാനത്തിനെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് കേരളത്തിലെ CPIMന് കരുത്ത് നൽകിയ ആ പ്ലീനത്തിൽ വെച്ചാണ് സഖാവ് CH അസിസ്റ്റന്റ് സെക്രട്ടറിയായി മാറിക്കൊണ്ട് സഖാവ് AKGയെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. 1967 ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അധികാര കുത്തകയ്ക്ക് ഉലച്ചിൽ തേടിക്കൊണ്ട്
9 സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ടതിന്റെ തുടർച്ചയിലുള്ള രാഷ്ട്രീയ നയരൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായി 1968 പാർട്ടി കോൺഗ്രസിനും ആതിഥേയത്വം വഹിച്ചത് കൊച്ചി നഗരമാണ്. അവിടെ വെച്ചാണ് പാർട്ടിയുടെ CPIM-ന്റെ ഭരണഘടന പുതുക്കി അതിന് അംഗീകാരം നൽകുന്നത്. ഇങ്ങനെയുള്ള സമ്പന്നമായ സമ്മേളന ചരിത്രത്തിൽ സംസ്ഥാന സമ്മേളനത്തിനൊടുവിൽ ആതിഥേയത്വം വഹിച്ചത് 1985-ലാണ്. അതിനുശേഷം 2008 കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് കൊച്ചി ആതിഥേയത്വം വഹിച്ചിരുന്നു. 2018 സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും തൊഴിലാളി വർഗ പാർട്ടികളുടെയും യോഗവും കൊച്ചിയിൽ വെച്ച് ചേർന്നു എന്നത് ഇത്തരണത്തിൽ സ്മരണീയമാണ്. 1985 എറണാകുളത്ത് നടന്ന സമ്മേളനവും CPIM-ന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. വർഗീയ വിരുദ്ധതയുടെ തിളക്കമാർന്ന രാഷ്ട്രീയമയം ശക്തമായ ഉൾപാർട്ടി സമരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടത് എറണാകുളം സമ്മേളനത്തിൽ വെച്ചാണ്. ആ സമ്മേളനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആ രാഷ്ട്രീയ നയത്തിന്റെ പ്രയോഗത്തിന്റെ വേദി 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. സാമുദായിക രാഷ്ട്രീയത്തിന് പ്രാധാന്യമുണ്ട് എന്ന് കരുതപ്പെടുന്ന എറണാകുളം ജില്ലയിലെയും 8 അസംബ്ലി സീറ്റുകളിൽ ഇടതുപക്ഷം വിജയിച്ചുകൊണ്ട് പുതിയ കരുത്ത് പ്രകടിപ്പിച്ചത്. 1957 മുതൽ ഈ രാഷ്ട്രീയമയത്തിന്റെ പ്രയോഗമായ 1987 വരെയുള്ള 30 വർഷത്തിൽ ഇടതുപക്ഷം 6 വർഷം മാത്രമേ കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1987 ശേഷം ഈ സമ്മേളനം നടക്കുന്ന 2022 വരെയുള്ള 35 വർഷത്തിനുള്ളിൽ 20 വർഷവും ഇടതുപക്ഷമാണ് അധികാരത്തിലിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ കാണേണ്ടതാണ്. 1987 മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാലും കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന ആ ചരിത്രത്തിൽ നിന്ന് മാറി 87 ശേഷം കാലാവധി പൂർത്തീകരിക്കുക മാത്രമല്ല തുടർച്ച സാധ്യമാകുമെന്ന് അഭിമാനകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ സംസ്ഥാന സമ്മേളനം 2022 എറണാകുളത്ത് ചേരുന്നത്. എറണാകുളത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഒരു ജനകീയ ഉത്സവമായി സംഘടിപ്പിക്കണമെന്നാണ് സംഘാടക സമിതി കരുതിയിരുന്നത്. എന്നാൽ മഹാമാരിയുടേതായ നിയന്ത്രണങ്ങൾ അത്തരത്തിലുള്ള സംഘാടനത്തിന് നിരവധി പരിമിതികൾ സൃഷ്ടിച്ചിട്ടുണ്ട്. താഴെത്തലങ്ങളിൽ ആസൂത്രണം ചെയ്തിരുന്ന സെമിനാറുകൾ, ജനകീയ കൂട്ടായ്മകൾ, ജില്ലാതലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന വിപുലമായ പരിപാടികൾ തുടങ്ങി മഹാറാലി വരെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. വളരെ നിർമ്മിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. വലിയ തോതിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും, പാർട്ടി ബ്രാഞ്ച് മുതൽ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി വിശ്രമരഹിതമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ സമ്മേളനത്തിന്റെ സംഘാടനത്തിന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ബ്രാഞ്ചുകൾ വീടാമ്പര കയറി ഇറങ്ങി, കടകളും കയറി ഇറങ്ങി നടത്തിയ പിരിവിലൂടെയാണ് ഈ സമ്മേളനത്തിന് ആവശ്യമായ ഫണ്ട് സമാഹരിച്ചിട്ടുള്ളത് എന്ന കാര്യവും ഞാൻ ഇത്തരണത്തിൽ സൂചിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വിവിധ രൂപത്തിലുള്ള പരിപാടികൾ സാധ്യമാകുന്ന രൂപത്തിൽ നവീനമായി ആവിഷ്കരിക്കാൻ സംഘാടക സമിതി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെതായ രീതിയിൽ മാഗസിനുകൾ, ദിവസം ഇറങ്ങുന്ന പത്രം ഉൾപ്പെടെ കഴിഞ്ഞ 2 ആഴ്ചയായി ജില്ലയിൽ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരവും കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കടമയിലേക്ക് ഇറക്കുകയാണ്. ഈ പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ സമ്മേളനത്തിന് വേണ്ടിയും സഖാവ് സീതാറാം യെച്ചൂരിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. On behalf of the reception committee and this conference, I extend warm welcome to Comrade Sitaram Yechuri, General Secretary CPIM. പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി ഈ സമ്മേളനത്തിൽ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ സംഘാടക സമിതിക്ക് വേണ്ടിയും സമ്മേളനത്തിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ പാർട്ടിക്ക് എക്കാലത്തും ധീരമായ ദൈക്ഷണികവും സംഘടനാപരവുമായ നേതൃത്വത്തിൽ ഇടപെട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് SRPയെ സംഘാടക സമിതിക്ക് വേണ്ടിയും സമ്മേളനത്തിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഖാവ് പ്രകാശ് കാരാട്ട്, പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ ഞാൻ പ്രത്യേകം സംഘാടക സമിതിക്ക് വേണ്ടിയും സമ്മേളനത്തിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു.
On behalf of the reception committee and this conference, I extend warm welcome to Comrade Brinda Karat, Politburo Bureau member, Communist Party of India, Marxist. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് MABB ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവിനെ സംഘാടക സമിതിക്ക് വേണ്ടിയും സമ്മേളനത്തിന് വേണ്ടിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് രാമകൃഷ്ണ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് G. രാമകൃഷ്ണയെയും ഈ സമ്മേളനത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുള്ള പ്രതിനിധികൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേക ക്ഷണിതാക്കൾ, മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയെ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. സഖാവ് P. രാജീവ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തും. Time. Take it. Thank you, sir. Comrade E.P.J. Rajan, the Chief Minister of Kerala, member of our Politburo, Comrade Vijayan, State Secretary, Comrade Kodiyeri Balakrishnan, members of the Politburo, Comrade S. Ramchandra Pillai, Comrade Prakash Karat, Comrade Brinda Karat, Comrade MABB, Comrade G. Ramakrishnan, and all the members of the Central Committee, distinguished sympathizers and well-wishers of our party who are attending this open session, and my dear comrade delegates, observers and friends. It's a great pleasure to inaugurate this conference because this 23rd state conference being held at Comrade B. Raghavan Nagar is being held at a very crucial time in the history of our country. And this conference, in the run-up to the 23rd All India Congress of the CPIM, that is also going to be held in Kerala, in Kannur, from April 6th onwards. That will decide on the course in which the Indian working class, the working people, the toiling people and the exploit people will not merely meet the challenge that is being mounted against the people and the country by the current government and their ideological persuasion, but not only meet these challenges, but counter these challenges and mount a counter-offensive against this. That is the importance of these conferences and the forthcoming party congress. So, EP മുഖ്യമന്ത്രി പിണറായി, മറ്റ് BB അംഗങ്ങൾ, പ്രതിനിധി സഖാക്കളെ, ഈ സമ്മേളനത്തിൽ ഓപ്പൺ സെഷനിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നിരീക്ഷകർ, സുഹൃത്തുക്കളെ, സഖാവ് B. രാഘവന്റെ പേരിലുള്ള നഗറിൽ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. രാജ്യം ഏറെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് CPIM-ന്റെ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ തുടർച്ചയിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനവും പാർട്ടി കോൺഗ്രസും കേരളത്തിൽ തന്നെയാണ്, കണ്ണൂരിലാണ് നടക്കുന്നത്. പാർട്ടി ഏപ്രിൽ 6-ാം തീയതി മുതൽ തുടർച്ചയായിട്ടാണ് പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടക്കുന്നത്. ഈ കോൺഗ്രസ് ഈ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ, തൊഴിലാളി വർഗം നേരിടുന്ന വെല്ലുവിളികൾ, ചൂഷിത വർഗം, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ, അവരാകെ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും അവയെ ചർച്ച ചെയ്യുക മാത്രമല്ല, രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഇടപെടലുകളെ കൂടി പരിശോധിക്കുകയും അതിനെ മറികടക്കാനും പ്രതിരോധിക്കാനുമുള്ള നയവും നിലപാടുകളും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്ന പ്രാധാന്യമാണ് പാർട്ടി കോൺഗ്രസിനുള്ളത്.
That's why today, what is the way forward out of this? And in that way forward, Kerala is showing the way. It is not as though our Prime Minister, before this round of assembly elections, in an orchestrated interview given to the electronic media, to the news channel, has said that the left today in India does not exist. It exists only in one corner in Kerala. But then he went on to add, this is a dangerous ideology. We will have to fight to end this ideology that is not in the interest of India. Why is it dangerous, Mr. Prime Minister? It is dangerous because it poses the alternative to everything that this government has been doing, destroying our country's unity and integrity, destroying the livelihood of our people, and actually looting our country's assets. And that is why, because Kerala shows the alternative, that it is dangerous for them. Yes, this 23rd State Conference must rise to the occasion. You have already prepared a document which you will discuss on the future vision for Kerala's development. And that you will discuss, and that is the alternative set of policies which actually challenge the BJP, the RSS, and the Prime Minister today. And it is your discussions in this state conference must strengthen that approach, because it is not only for Kerala, it's not only for the CPIM, it's not only for the left, but Kerala has always, like it has done since 1957, the CPIM in Kerala must show the path for the country as a whole, for the Indian people as a whole, to face this challenge and move forward in a progressive direction. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടത്തിയ ഒരു അഭിമുഖത്തിൽ, ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിൽ ഒരു മൂലയിൽ മാത്രമാണ് ഇടതുപക്ഷമുള്ളത്, കേരളത്തിൽ മാത്രമാണ് ഉള്ളതെങ്കിലും ഏറെ അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അവർ പ്രതിനിധീകരിക്കുന്നത്. അത് ഈ രാജ്യത്തിന് അപകടം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അപകടകരമാകുന്നത്? അത് BJP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന, നടപ്പിലാക്കുന്ന രാജ്യത്തിനെതിരായിട്ടുള്ള, ഐക്യത്തിനെതിരായിട്ടുള്ള, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന എല്ലാ നയങ്ങൾക്കും എതിരായ ബദൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വഴികളെല്ലാം അടയ്ക്കുന്നതിനെതിരെയുള്ള നയങ്ങൾക്ക് ബദലായിട്ടുള്ള രീതികൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ഈ രാജ്യത്തിന്റെ ആസ്തികൾ കൊള്ളയടിക്കുന്നതിനെതിരായിട്ടുള്ള ബദൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നു. ആ ബദൽ നയത്തിന്റെ പ്രയോഗത്തിന്റെ വേദിയായി കേരളം മാറുന്നു. അതുകൊണ്ടാണ് കേരളം ഇടതുപക്ഷവും അപകടകരമായി പ്രധാനമന്ത്രിക്കും BJPക്കും തോന്നുന്നത്. ഈ ബദൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇമ്മന്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. ഈ സംസ്ഥാന സമ്മേളനം പ്രത്യേകമായി ഭാവി കേരളത്തിന്റെ കാഴ്ചപ്പാടും വികസന സമീപനവും ചർച്ച ചെയ്യുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ശരിയായ രൂപത്തിൽ ബദൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. BJPയും RSSും പ്രധാനമന്ത്രിയെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തിനെതിരായിട്ടുള്ള നയങ്ങളെ, വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട് കേരളത്തിനും ഇടതുപക്ഷത്തിനും മുന്നോട്ട് വയ്ക്കാൻ കഴിയണം. കേരളം എക്കാലത്തും രാജ്യത്തിന് വഴികാട്ടിയായിട്ടുണ്ട്. 1957 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തിന് വഴി തെളിയിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യവും ജനങ്ങളും നേരിടുന്ന വെല്ലുവിളികൾ, അതിനെ അഭിമുഖീകരിക്കാൻ, മറികടക്കാൻ കഴിയുന്ന കരുത്തായ വഴി തെളിയിക്കുന്നതിന് വേണ്ടി കേരളത്തിന് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. These 4 years since the last state conference in Kerala and the last All India Party Congress have been years where there is a further consolidation of the right-wing offensive in our country. The BJP is advancing the fascistic RSS's Hindutva agenda relentlessly. At the same time, it is aggressively pursuing neoliberal policies accompanied by the loot of national assets. A corporate communal nexus has been developed in the country, which is leading to the worst form of crony capitalism, and the loot of national assets and destruction of our economy is accompanied by growing authoritarian onslaughts. And this authoritarianism, through the attacks on the civil liberties and democratic rights of the people, has been growing unabated during the last 4 years.
പാർട്ടി കോൺഗ്രസിനും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിനും ശേഷമുള്ള 4 വർഷത്തെ കാലയളവ് എന്നുള്ളത് വലതുപക്ഷ ആക്രമണോത്സുക രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തിന്റെ കാലയളവായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. BJP ഫാസിസ്റ്റിക് RSSനാൽ നയിക്കപ്പെടുന്ന BJP ഈ രാജ്യത്തെ പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു വശത്ത് ഉദാരവൽക്കരണ നയങ്ങൾ ശക്തിപ്പെടുന്നു, മറുവശത്ത് ദേശീയ സ്വത്തിന്റെ കൊള്ളയടിക്കലിന് നേതൃത്വം നൽകുന്നു. ദല്ലാൽ മുതലാളിത്തത്തോടുകൂടി കോർപ്പറേറ്റ് സംവിധാനവുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധം ഈ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അമിതാധികാര പ്രവണതകൾ എല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കുന്നു. പൗരാവകാശങ്ങൾ കവർന്നെടുക്കുന്നു, ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്നു. ഇതാണ് ഈ 4 വർഷത്തെ തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയ ആധിപത്യത്തിന്റെ അനുഭവം എന്നത്. And since 2019, when this government returned to office, there has been a systematic effort to actually undermine and assault the fundamental foundations of the Indian Constitution. Soon after it came back to resume office, the state of J&K was dissolved, Article 370 and 35A of the Indian Constitution abrogated, and immediately after that followed the enactment of the Citizenship Amendment Act, which is basically a violation of the Indian Constitution of linking citizenship with religion. And then, on continuing with this attack on the fundamental principles, it has also embarked on undermining the independent institutions under the Constitution, which serve as checks and balances to ensure that the constitutional rule prevails in our country, starting from the Parliament itself, through the judiciary. For more than nearly 3 years now, the challenges to the constitutional validity of Article 370's abrogation, to the CAA, they remain unheard. The challenges to legalization of political corruption through the electoral bonds, that remains unheard. So this manner in which the institutions and then the election commission, even in these assembly elections, every day you see a violation of the model code of conduct, but the election commission does not act. And very partisan manner in which it is conducting itself. And then the agencies like the Enforcement Department and the CBI, they are acting as the political agents or the political arms of the government and its political agenda. That's why what you see today, since after 2019, is a systematic assault on the Indian Constitution, the undermining of all its independent institutions. And this is needed for the BJP to ensure the advancement of the fascistic RSS Hindutva agenda, and that to replace the secular democratic Republic of India as defined by our Constitution with their version of a fascistic Hindutva Rashtra. That is the process in which the country is moving. രണ്ടായിരത്തി 19 ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നത്. അന്ന് മുതൽ സംഘടിതമായ ശ്രമം വഴി നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ അട്ടിമറിക്കുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മുകാശ്മീർ സംസ്ഥാനം ഇല്ലാതാക്കിയത്, ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തത്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എല്ലാം ഇതിന്റെ ഭാഗമാണ്. പൗരത്വ ഭേദഗതി നിയമം വഴി മതവും പൗരത്വവും തമ്മിൽ ബന്ധപ്പെടുത്തി. അത് ഭരണഘടന അടിസ്ഥാന കാഴ്ചപ്പാടിനുമെന്നുള്ള പൂർണ്ണമായ വ്യതിയാനമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടന അനുശാസിക്കുന്ന സ്വതന്ത്രമായ സ്ഥാപനങ്ങൾ, അവയ്ക്ക് ഓരോന്നിലും പ്രത്യേകമായിട്ടുള്ള ഇടം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആ സ്വതന്ത്ര സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നതിനും ഈ ഭരണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാർലമെന്റ്, ജുഡീഷ്യറി ഇവയെല്ലാം തന്നെ അതിന്റെ സ്വതന്ത്രമായ സ്വഭാവത്തെ മാറ്റുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയുടെ ഉന്നത നീതിപീഠത്തിന് മുൻപിൽ ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തതിനെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുമുള്ള കേസുകൾ നിൽക്കുകയാണ്. അവ കേൾക്കാൻ തയ്യാറായിട്ടില്ല എന്നത് കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ അഴിമതിയുടെ നിയമവൽക്കരണത്തിന്റെ വേദിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾക്കെതിരെയുള്ള കേസും സുപ്രീം കോടതി ഇതുവരെയും കേട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു സ്വതന്ത്ര സംവിധാനമാണ്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കുകയാണ്. ഈ ഒടുവിൽ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിരന്തരമായി ഭരണകക്ഷി പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്നു. അങ്ങനെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കമ്മീഷൻ തയ്യാറാകുമില്ല. ഒരു പാർട്ടിസാൻ പ്രവർത്തന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് കരുതിയിരുന്നവ CBIയും അതുപോലെ തന്നെ EDയും ഉൾപ്പെടെയുള്ളവ ഗവൺമെന്റിന്റെയും BJPയുടെയും രാഷ്ട്രീയ ആയുധങ്ങളും ഉപകരണങ്ങളുമായി മാറുകയും അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ പ്രയോഗത്തിന് നേതൃത്വം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. 2019 അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗവൺമെന്റ് ഭരണഘടനയുടെ സ്വതന്ത്രമായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ കാഴ്ചപ്പാടുമുള്ളത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക് എന്നുള്ളതിനെ അട്ടിമറിച്ചുകൊണ്ട് ഫാസിസ്റ്റിക് RSS നയിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രയുടെ നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാർ നേതൃത്വം നൽകുന്നു. At the same time, these 4 years have also seen a big growth in people's resistance. We've had spontaneous people's movement, popular struggles that emerged. You had organized struggles that took place. And in this spontaneous and organized struggle, the anti-CAA, NPR, NRC, that struggle all across the country, the way it has spread, and it was actually an inspiring thing to see the youngsters, our youth, born post 2000, on one hand holding the national flag, in the other hand holding the constitutional preamble, and saying that we will defend our constitution, we'll defend our republic. Now these sort of popular struggles have grown, and this would have even grown further, but for the outbreak of the pandemic. But that's a different matter. But then you had during these 4 years, every year, the working class, along with all the sections of the working people, going on all India strikes against this entire loot of our national assets, reckless privatization, the attacks on the rights of the working class, the abrogation of the labor laws and the new labor codes that have come. On all these issues, these struggles have been going on, and they're continuing even today in many of the public sector units that are being privatized. The banks, the insurance sector, the railways, everywhere resistance is growing. Now, but the highlight of this period has also been the historic farmer struggle. A struggle that lasted for more than 1 year, which finally made the obstinate Prime Minister Modi to retract and withdraw and repeal these agri laws, but he is not meeting the other assurances as given on the minimum support price, or withdrawal of the cases against them, or compensation for more than 700 farmers who died in this struggle. But that apart, these struggles show that popular resistance today, popular people's resistance today, people's struggles, is the way forward that we will have to strengthen in order to meet the challenge that this period is being thrown up with this government, the BJP and the RSS. അതോടൊപ്പം തന്നെ ഈ പിന്നിട്ട വർഷങ്ങളുടെ മറ്റൊരു സവിശേഷത ഇത്തരത്തിലുള്ള ആക്രമണോത്സുകത മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലും ശക്തമായ ജനകീയ പ്രതിരോധങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചുമുള്ളതാണ്. ചിലത് സ്വാഭാവികമായും പെട്ടെന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും മറ്റു ചിലത് സംഘടിതമായി തന്നെ ആസൂത്രണം ചെയ്തവയുമാണ്. CAA പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ളത് രാജ്യവ്യാപകമായി ശക്തിപ്പെട്ടു വന്ന ഒരു പോരാട്ടമാണ്. അതിൽ ഞാൻ കണ്ടൊരു സവിശേഷതയുള്ളത് യുവാക്കൾ വ്യാപകമായി ആ പോരാട്ടത്തിൽ കണ്ടുചേർന്നു. ഒരു കൈയിൽ ദേശീയ പതാകയും മറുകൈയിൽ ഭരണഘടനയുടെ ആമുഖവും കയ്യിലേന്തിക്കൊണ്ട് ഈ ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ചെറുപ്പക്കാർ ഈ പോരാട്ടത്തിനെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. മഹാമാരിയുടേതായ വ്യാപനം ചില പരിമിതികൾ തുടർച്ചയിൽ സൃഷ്ടിച്ചുവെങ്കിലും ഈ പോരാട്ടം ഏറ്റവും പ്രാധാന്യമേറിയതാണ്. ഈ കാലയളവിൽ തൊഴിലാളി വർഗം നിരവധി പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സമരങ്ങൾക്കും പണിമുടക്കങ്ങൾക്കും നേതൃത്വം നൽകുകയുണ്ടായി. ആസ്തികളുടെ കൊള്ളയ്ക്കെതിരെയുള്ള പോരാട്ടം, പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം, ലേബർ കോഡിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സമരങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ്. നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് ഈ ഗവൺമെന്റ് നേതൃത്വം നൽകുന്നു. ബാങ്കുകൾ, ഇൻഷുറൻസ്, റെയിൽവേ എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. അവയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
ഈ കാലയളവിൽ ഏറ്റവും പ്രധാനമായ ഒരു സംഭവം എന്നുള്ളത് ചരിത്രം സൃഷ്ടിച്ച കർഷക പോരാട്ടത്തിന്റെ വിജയമാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിന്ന പോരാട്ടം, ആ പോരാട്ടം വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർഷക വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുന്നതിലും റദ്ദു ചെയ്യുന്നതിലും ഏകാധിപത്യ പ്രവണതയുള്ള മോഡിയെ നിർബന്ധിതമാക്കാൻ ആ പോരാട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആവേശഭരിതമായ അനുഭവമാണ്. കേസുകൾ പിൻവലിക്കലും നഷ്ടപരിഹാരം നൽകലും തറവിലയുടെ പ്രശ്നങ്ങൾ എല്ലാം ചിലത് നിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞ ഈ കർഷക പോരാട്ടം ചരിത്ര സംഭവമായി കാണണം. ഇത് കാണിക്കുന്നത് ജനകീയമായ പ്രതിരോധങ്ങളാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള വഴി തെളിയിക്കുന്നു എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ഏകാധിപത്യ പ്രവണതകളോട് മുന്നോട്ട് പോകുന്ന BJP, RSS കൂട്ടുകെട്ടിന്റെ നയങ്ങൾക്കെതിരെയുള്ള അവർ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ മറികടക്കാനുള്ള വഴി എന്നുള്ളത് ജനകീയ പോരാട്ടങ്ങളെ, ജനകീയ പ്രതിരോധങ്ങളെ ആകെ ശക്തിപ്പെടുത്തുക എന്നതാണ്. And this period, since the last conferences of ours, has also been a period when under this government, India's international position has further been cemented as a junior subordinate partner of US imperialism. During these 4 years, the strategic and the military tie-ups and agreements between US imperialism and India have not only deepened, but they have widened, and India joining all these imperialist sponsored groupings and therefore taking a partisan position is actually been undermining India's independent foreign policy and its standing in the world. That is why today, in the entire crisis in Afghanistan, India being the largest donor to Afghanistan for its developmental assistance, its role has been virtually sought to be marginalized because India is being seen as a surrogate of US imperialism. Now this is happening, all these developments are happening in the background of important international developments as well, along with this national developments that we will have to assess. ഈ സമ്മേളന കാലയളവിൽ സാർവദേശീയമായ സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു ജൂനിയർ പങ്കാളിയായി നമ്മുടെ രാജ്യത്തെ മാറ്റുന്ന പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുകയാണ് മോഡി സർക്കാർ ചെയ്തത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് ഈ കാലയളവിൽ സർക്കാർ സ്വീകരിച്ചത്. അമേരിക്കൻ തന്ത്രത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്ന സാമ്രാജ്യത്വ കൂട്ടായ്മകളുടെ എല്ലാത്തിന്റെയും ഭാഗമാകാൻ ഇന്ത്യക്ക് ഒരു മടിയും ഉണ്ടായില്ല. അത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന വിദേശ നയത്തിന്റെയും സാർവദേശീയമായി നമ്മുടെ രാജ്യത്തിനുണ്ടായ സവിശേഷമായ സ്ഥാനത്തെയും ദുർബലപ്പെടുത്തി എന്നതാണ് യാഥാർത്ഥ്യം. നിരവധി സംഭവങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ പ്രശ്നത്തിൽ അവസാനമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് എത്തുന്ന ഇന്ത്യയുടെ അവസ്ഥയുമുള്ളത് ഇതെല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട രാജ്യത്തിന്റെ അവസ്ഥയുടെ ഒരു പ്രതിഫലനമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വിധേയത്വമുള്ള ഒരു സംവിധാനമായി ഇന്ത്യൻ ഭരണ സംവിധാനത്തെ മാറ്റിത്തീർക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഈ കാലയളവിൽ ദേശീയ തലത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ സർവ്വദേശീയ തലത്തിലും മോഡി ഗവൺമെന്റ് നേതൃത്വം നൽകിയത്. During this period, the most important development during the last 4 years has actually been the scourge of this pandemic and the manner in which both internationally and domestically in India, the ruling classes have grossly mismanaged. The handling of this pandemic has led to a large number of unnecessary deaths and great miseries on the people, globally as well as in India. And globally, this pandemic is being allowed to produce more new mutants. Because what is hopefully the only so far known scientific knowledge is that when everybody is vaccinated in the world, can you protect everybody in the world? If there's somebody who is unsafe, then all of us are unsafe because a new mutant can develop. That is what has been happening. And that is because of the vaccine inequality, the manner in which the capitalist countries, mainly the rich capitalist countries, have hoarded the vaccines, stopped the vaccines from reaching the poorer countries, and refused to remove the patent regime and the royalties that have to be paid to purchase the tariffs. Now all this put together has created a vaccine inequality, which is leading to the continuation of this pandemic and new variants coming. Hopefully, after this Omicron, they are now saying a newer one has come already. They've named it and some new name has been given, but it's not very virulent.
So let us hope that this is on the way out, but we never know. We have to be vigilant. But in India, the way it has been mismanaged, all of us know the details. I'm not going into it. But particularly the Delta variant in the second wave, where you had dead bodies floating on the Ganges. I mean, sort of a thing that's never happened in India since the plague of a century ago, exactly a century ago in 1918-20. 22 at that period, at the period of the Spanish flu in the world. Now, that sort of a situation, this pandemic has resulted in number of deaths in India that have been grossly undercounted. Universal appreciation and assessment is at least 5 to 7 times the deaths in India are being underreported. Well, but the point is the misery for the people have grown tremendously. Shall I continue? And accompanied with the economic recession that's happening globally and in India pre-pandemic, it began. Slow down or leading to a recession, and that has been leading to a high degree of job losses, growth in poverty, growth in hunger, and growth in people's misery. And during this entire period, you had this double whammy attack on the people. The economic slowdown and recession and the pandemic impact, and together the people's suffering has exponentially risen during these last 4 years, both in India as well as globally. ഈ 4 വർഷം സമ്മേളന കാലയളവിൻ്റെതായ ഈ 4 വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം സർവ്വദേശീയമായും ദേശീയമായും മഹാമാരി സൃഷ്ടിച്ചിട്ടുള്ള ആഘാതങ്ങളാണ്. ഈ മഹാമാരിയെ കോവിഡിനെ നേരിടുന്നതിൽ ഭരണവർഗം പരാജയപ്പെട്ടുമുള്ളതാണ്. ഭരണവർഗത്തിന്റെ തെറ്റായ ആസൂത്രണവും സമീപനങ്ങളും മിസ്മാനേജ്മെന്റും അനാവശ്യമായ മരണങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. ആഗോളമായും അത് കാണാൻ കഴിയും, നമ്മുടെ രാജ്യത്തും അത് കാണാൻ കഴിയും. ഇതിന്റെ ഭാഗമായി പുതിയ വകഭേദങ്ങൾ ഈ വൈറസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ ധാരണകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും വാക്സിനേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് എല്ലാവരും സുരക്ഷിതരാവുകയുള്ളൂ. ആരെങ്കിലും സുരക്ഷിതരല്ലെങ്കിൽ, ആരെങ്കിലും വാക്സിനേറ്റ് ചെയ്യാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അപകടത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അത് വാക്സിന്റെ അസമത്വം അവസാനിപ്പിക്കേണ്ടതാണ്. വാക്സിന്റെ അസമത്വമാണ് ഇത് വീണ്ടും എടുക്കുന്നതിനും പുതിയ വകഭേദങ്ങളിലേക്ക് വികസിക്കുന്നതിനും ഉള്ള പരിസരമൊരുക്കിയത്. ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് വാക്സിൻ എത്തുന്നതിന് പരിമിതികളുണ്ടായി. രാജ്യങ്ങൾക്കിടയിലും ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ വാക്സിൻ എത്തുമില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബൗദ്ധിക സ്വത്തവകാശത്തിനകത്ത് ഇളവുകൾ നൽകി അതിനെ ഇല്ലാതാക്കുന്നതിനും അതോടൊപ്പം തന്നെ റോയൽറ്റി എന്നുള്ള സംവിധാനത്തെ ഈ സവിശേഷ ഘട്ടത്തിൽ മാറ്റുന്നതിനും വികസിത രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വാക്സിന്റെ ഈ അസമത്വമാണ് മഹാമാരിയെ വ്യാപിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത്. ഒമിക്രോണിന് ശേഷം വരുന്ന വ്യതിയാനങ്ങൾ അത്രയും ഗൗരവമുള്ളതല്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നീണ്ടു നിൽക്കുന്നതിലും ഇത്തരം മരണങ്ങളിലും ഈ സമീപനം പ്രധാനപ്പെട്ട സംഭാവന നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലും ഈ തെറ്റായ മാനേജ്മെന്റിന്റെ ഭാഗമായി മരണം വ്യാപിച്ചുമുള്ളതിന്റെ എല്ലാ ഭാഗവും ഞാൻ വിശദീകരിക്കുമില്ല. അത് പൊതു സമൂഹത്തിന്റെ മുൻപിലുള്ള വസ്തുതകളാണ്. ഡെൽറ്റ വകഭേദത്തിന്റെ സന്ദർഭത്തിൽ വ്യാപകമായ മരണങ്ങൾ മറച്ചുവെക്കുന്നതിനാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ശ്രമിച്ചത്. പ്ലേഗിന്റെയും സ്പാനിഷ് ഫ്ലൂവിന്റെയും കാലഘട്ടത്തിലുള്ളതിനേക്കാളും ഏറെ മരണങ്ങളിലേക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മഹാമാരി എത്തിയതിൽ നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേടിന്റെ ഭാഗമായി കൊണ്ടാണ്. അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും സർക്കാരുകൾ തയ്യാറാകുമില്ല. റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ 5-7 മടങ്ങിലധികം മരണങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഒരു വശത്ത് ഇത്തരം ദുരിതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് സർക്കാരുകളുടെ ആക്രമണോത്സുകമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചത്. വ്യാപകമായ തൊഴിൽ നഷ്ടങ്ങളുണ്ടായി, ദാരിദ്ര്യം പടർന്നു പിടിച്ചു, പട്ടിണി ഏറ്റവും സർവ്വവ്യാപിയായി മാറുന്ന അവസ്ഥ ലോകത്തും രാജ്യത്തും ഉണ്ടായി. ജനങ്ങൾ കൂടുതൽ ദുരിതങ്ങളിലേക്ക് പോകുന്നു. ജനങ്ങൾ 2 തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിടാൻ നിർബന്ധിതമായി. ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായുള്ള ആഘാതങ്ങളും മറുവശത്ത് മഹാമാരി സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധിയും ഒരേ സമയം നേരിടുന്നതിന് വേണ്ടി ജനത നിർബന്ധിതമായി എന്നതാണ് യാഥാർത്ഥ്യം. That's why, and this economic crisis that is actually continuing, and it will worsen both in India and in globally. The neoliberalism and its prescriptions really have no solution to it.
Bankruptcy of neoliberalism has already been established. In fact, what it suggests only exacerbates the crisis further, and since 2008 till today, 2022, the global economy has not been able to overcome the crisis that was set in motion with the global financial meltdown of 2008. But yet, during this pandemic period, with this economic recession, the economic inequalities continues to rise abnormally. Neoliberalism, though it is bankrupt in providing a solution to this capitalist crisis, through its prescriptions is actually ensuring that its objective of maximization of profits continues to develop, and that was designed through the stimulus packages that were announced by the advanced capitalist countries and by almost all countries, including the sort of stimulus package that was being announced in India by this government. Now, these stimulus packages of huge dimensions, 1.9 trillion by the USA and 2.1 trillion by the EU, and these sort of huge money, how is it being raised? It is being raised through government issuing bonds that are sold in the stock markets, and the stock markets therefore are getting inflated. And the inflation of the stock market, when comrades ask, if there's such a big crisis in the economy, why is the Sensex rising? Why are the stocks rising? They are rising because the government is pumping in all this money through the government bonds in the name of stimulus packages through the stock markets. And this is inflating the stock markets, and that inflation of the stock market means the wealthy and the rich make more money, and the economic inequalities widen. And that is exactly the process that is happening globally. You see the global, you see the global inequalities. About 7 people, or more, the actual figure, it'll keep changing. The people who are dying out of hunger, and in the same few minutes, the amount of billions of dollars that the rich in the world are accumulating. In India alone, today the top 10 people, just 10 people, 10 top people in India control 57% of India's wealth. And the bottom 50% have only 13% of India's wealth. That is the degree of inequality. So the neoliberalism may be bankrupt in providing a solution, but with a vengeance it is actually extracting its objective of maximizing profits, deepening exploitation of the people, and intensification of this exploitation is leading to growth in poverty, hunger, unemployment, all across the world, and particularly in India. In India alone, these figures are all there in our draft political resolution of Party Congress. I'm not repeating it, but international agencies today say that India today has a serious level, is a country with a serious level of hunger. India today is the country with the highest growth in unemployment. India today contributes 60% of the growth of global poverty. That is, 60% of the people who have been pushed into poverty belong to India. So this is the state of the, and on top of this come your price rises, the manner in which this government is dealing with it. So the life of our people is being, more and more miseries are being mounted on our people, not only due to pandemic mishandling, but also due to this deepening economic crisis globally and in the country. സർവദേശീയമായും രാജ്യത്തും സാമ്പത്തിക പ്രതിസന്ധി തുടരുകയാണ്. നവ ഉദാരവൽക്കരണ നയങ്ങൾക്ക് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവ അക്കാര്യത്തിൽ പാപ്പരീകരിക്കപ്പെട്ട നയങ്ങളാണ് പിന്തുടരുന്നത്. പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, നവ ഉദാരവൽക്കരണ നയം മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗങ്ങളുടെ കുറിപ്പടികൾ യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. 2009 മുതൽ ഇങ്ങോട്ടുള്ള കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങൾ കൂടുതൽ പ്രതിസന്ധി ആഗോളമായി തന്നെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു.
ലോക സമ്പദ്ഘടന നേരിടുന്ന പ്രതിസന്ധി മറികടക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മഹാമാരി സൃഷ്ടിക്കപ്പെട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക അസമത്വത്തിൻ്റെതുമായിട്ടുള്ള ഇന്നത്തെ അവസ്ഥ, സാമ്പത്തിക പ്രതിസന്ധിയുടേതുമായ ഇന്നത്തെ അവസ്ഥ അസാധാരണമായ സാമ്പത്തിക അസമത്വം ലോകത്ത് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നവ ഉദാരവൽക്കരണത്തിന്റെ കുറിപ്പടികൾ ലാഭം പരമാവധി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന സമീപനം മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാലയളവിൽ വിവിധ സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തേജക പാക്കേജുകൾ, അമേരിക്കയുടെ 1 ട്രില്യൺ ഉൾപ്പെടെയുള്ള പാക്കേജുകൾ വലിയ പണം ചെലവഴിക്കുന്നതിൻ്റെതായ പ്രഖ്യാപനങ്ങളാണെങ്കിലും ഈ പണം പൂർണ്ണമായും സമ്പന്നർക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. പ്രധാനമായും ഉത്തേജക പാക്കേജുകളിലൂടെ മാറ്റിവെക്കപ്പെട്ട പണം ബോണ്ടുകളായി ഓഹരി കമ്പോളത്തിലേക്ക് വരുന്നു. ഓഹരി കമ്പോളത്തിലേക്ക് സർക്കാർ ബോണ്ടുകൾ വഴി വരുന്നതോടെ ഓഹരിയുടെ മൂല്യം വർദ്ധിക്കുന്നു. ഓഹരികൾ കുതിച്ചു കയറുന്നതായ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. ആ പ്രതീതി സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ അവിടെ പണം ഇറക്കുന്നതിന് ഭാഗമായി കൊണ്ടാണ്. ഇത് സമ്പന്നർക്ക് കൂടുതൽ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുകയും മറുവശത്ത് അസമത്വത്തിന്റെ അതിതീവ്രമായ വ്യാപനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അസമത്വം അസാധാരണമായ രൂപത്തിൽ ലോകത്തെല്ലാ രാജ്യങ്ങളിലും ശക്തിപ്പെടുന്നു. ഒരു വശത്ത് സമ്പന്നരുടെ സമ്പത്തിൽ ബില്യൺ കണക്കിന് കുന്നുകൂടൽ നടക്കുമ്പോൾ മറുവശത്ത് ദാരിദ്ര്യത്തിലേക്ക് വീഴുന്ന ജനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ 10 പേരാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ 57% കൈയടക്കി വെച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 50% കയ്യിലുള്ളത് രാജ്യസമ്പത്തിന്റെ കേവലം 13% മാത്രമാണ്. അസമത്വത്തിന്റെ അതിതീവ്രമായ വ്യാപനം പാപ്പരീകരണം ശക്തിപ്പെടുത്തുമ്പോൾ അതിനുള്ള പരിഹാര മാർഗങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കാൻ ഈ നയത്തിന് കഴിയില്ല എന്നുള്ളത് നയത്തിന്റെ നവ ഉദാരവൽക്കരണത്തിന്റെ പരാജയത്തെ കുറെ കൂടി വ്യക്തമാക്കുന്നു. ചൂഷണം ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമാകുന്ന പരിഹാര മാർഗങ്ങൾ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നു, തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയിലും ഇത് ഗൗരവമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കരട് രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ദാരിദ്ര്യത്തിന്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അന്തർദേശീയമായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ നേരിടുന്നത് ഗൗരവമായ സ്ഥിതി എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാമർശം ദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തുന്നു. ദാരിദ്ര്യത്തിന്റെ വളർച്ചാ നിരക്കിന്റെ 60% സംഭാവന ചെയ്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവമായ സാഹചര്യമാണ്. സർക്കാർ സമീപനങ്ങളാണ് ഇത് രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനജീവനം കൂടുതൽ ദുരിതപൂർണമായി കൊണ്ടിരിക്കുന്നു. ഈ നയങ്ങൾ ഇതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തുകയും ലാഭത്തെ വർദ്ധിപ്പിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. That's why instead of addressing these issues of people's concern, what is the main today focus of US imperialism and in the world and in the international relations? That how to strengthen US imperialist hegemony further in the post-COVID world. During the period of these last 4 years, the manner in which the socialist countries have tackled the pandemic, the manner in which they overcame the problems to their own people, their health challenges and emergency to their own people, and then restored their economic activity, that has led to China, on the basis of its past achievements, to actually emerge as the second largest economic powerhouse in the world. This China's growing global influence and its growing strength, that is being seen by US imperialism as a major threat to its own hegemony. Earlier, the strategy of US imperialism was to contain China. The policy was the containment of China. Now it is to contain and isolate China. And in the isolation of China, US imperialism is rallying all its allies, the G7, the NATO allies, the European Union, is rallying all its allies in trying to create a situation whereby it will isolate China in global affairs so that China doesn't pose a threat and a challenge to its hegemony in the world. Now this is setting in motion, has already set in motion various developments that actually sharpen the global contradictions, particularly between imperialism and socialism.
And this process will have a far-bearing effect in the international developments in the coming period. So along with intensifying exploitation, that is the contradiction between labor and capital, along with greater pressures on the third world, on the developing countries, contradiction between imperialism and the developing countries, and the tensions that are growing amongst the imperialist centers. They are not major contradictions, but tensions that are developing how to deal with China, how to deal with the current Ukraine crisis. I'll just come to it. How to deal with that. These conflicts that are coming, so you find all the four major contradictions. The central contradiction of imperialism versus socialism, inter-imperialist tensions and certain degrees of conflicts that are rising, contradiction of capitalism between labor and capital. So the world is moving towards a greater degree of intensification in these contradictions that has its own dynamics. ഈ കാലയളവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വ ആധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടേത് കൂടിയാണ്. മഹാമാരിയെ നേരിട്ട രീതിയിലും സാമ്പത്തിക സ്ഥിതിഗതികളിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈന എടുത്ത സമീപനങ്ങൾ അവരുടെ ജനങ്ങളുടെ ഈ മഹാമാരിയിൽ സഹായിക്കുന്നതിലും സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അവർ സ്വീകരിച്ച സമീപനങ്ങൾ ശ്രദ്ധേയമാണ്. ചൈന ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര സ്വാധീനം ശക്തിപ്പെടുന്നു. അതിന്റെ ഭാഗമായി തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചൈനയുടെ ശക്തിയും വർദ്ധിക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ അധീശത്വത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നു എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇത്തരം വെല്ലുവിളി പ്രാധാന്യമുള്ള ഒരു വെല്ലുവിളിയായി അമേരിക്കൻ സാമ്രാജ്യം കാണുന്നു. അതുകൊണ്ട് ചൈനയെ ഒറ്റപ്പെടുത്തുക, ചൈനയെ വളഞ്ഞിടുക എന്ന തന്ത്രം അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്നു. ഈ തന്ത്രം നടപ്പിലാക്കുന്ന പ്രക്രിയയിൽ തങ്ങളുടെ എല്ലാ സഖ്യശക്തികളെയും G7, നാറ്റോ, യൂറോപ്യൻ യൂണിയൻ ഇവയെല്ലാം തന്നെ അണിനിരത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഈ സാഹചര്യം വഴി ഒറ്റപ്പെട്ട ചൈനയെ സൃഷ്ടിക്കാം എന്നവർ കരുതുന്നു. അതുവഴി തങ്ങളുടെ അധീശത്വത്തിന് മേലെയുള്ള വെല്ലുവിളിയെയും ഭീഷണിയെയും ഇല്ലാതാക്കാൻ കഴിയുമെന്നും അമേരിക്ക കരുതുന്നു. ഈ സംഭവ വികാസം എന്നുള്ളത് ഇനിയുള്ള നാടുകളിലെ ലോക രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുമെന്നാണ് കരുതുന്നത്. സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ കാലയളവിൽ ശക്തിപ്പെടുന്നു. അത് ലോകത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന പുതിയ രൂപങ്ങളിലേക്ക് വികസിക്കുകയും ചെയ്യുന്നു. 4 അടിസ്ഥാനമായ വൈരുദ്ധ്യങ്ങളും മുഖ്യ വൈരുദ്ധ്യങ്ങളും മൂലബലവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യം അത് ഈ കാലയളവിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. സാമ്രാജ്യത്വവും 3 ലോക രാജ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും വിവിധ തലങ്ങളിൽ ഈ കാലയളവിൽ ശക്തിപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യവും ഈ കാലഘട്ടത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ ഒറ്റപ്പെടുത്തുന്ന അവരുടെ തന്ത്രത്തെ പ്രയോഗിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ നിലവിലുള്ള ഉക്രൈൻ പ്രതിസന്ധി, ഞാൻ അവരുടെ വിശദാംശങ്ങളിലേക്ക് പുറകെ വരാം. ആ പ്രതിസന്ധിയെ നേരിടുന്ന കാര്യത്തിലും സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ വ്യത്യസ്തമായ സമീപനങ്ങളുണ്ട്. ഇത് കാണിക്കുന്നത് 4 കേന്ദ്ര വൈരുദ്ധ്യങ്ങൾ, 4 മുഖ്യ വൈരുദ്ധ്യങ്ങളിൽ കേന്ദ്ര വൈരുദ്ധ്യമായി നിൽക്കുന്ന സാമ്രാജ്യത്വവും സോഷ്യലിസവും തന്നെയാണ്. മറ്റ് മുഖ്യ വൈരുദ്ധ്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വവും 3 ലോക രാജ്യങ്ങളും തമ്മിലുള്ളതും അടിസ്ഥാന വൈരുദ്ധ്യമായ മൂലധനവും അധ്വാനവും തമ്മിലുള്ള വൈരുദ്ധ്യവും ശക്തിപ്പെടുന്നു. ഈ ശക്തിപ്പെടൽ ഓരോ വൈരുദ്ധ്യങ്ങളുടെ കാര്യത്തിലും വ്യത്യസ്ത മാനങ്ങളിൽ സംഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. That's why this drive for strengthening its hegemony by US imperialism is mounting its aggressiveness all across the world. Interventions in Latin America, the intensification of economic blockade of socialist Cuba, declaring Cuba and DPRK, North Korea, as states sponsoring terrorism, and the interventions that are continuing in the Middle East, Central Asia, in various countries. I mean, all these continue, but at the same time, what is happening in Ukraine also must be seen as a part of this whole effort by US imperialism. Yes, a Russian invasion is not the answer to this, and that must immediately end. But then why did the situation reach up to this stage? That has to be resolved as well.
So right now, the talks are going on, UN General Assembly is involved, so let us see. And we hope that immediately these hostilities or this war, ends, and a proper agreement is adhered to, an agreement which imperialism negated from the day when the Soviet Union disintegrated. At that time, the promise given to Gorbachev, of all people, was that there will be no eastward expansion of NATO. But then, since then, USA has today admitted everybody except Ukraine. I don't know if any other smaller country is left behind, but all major countries except Ukraine are members of the NATO. 175,000 NATO troops are today on Russia's borders. And their missile systems, everything ready. They'll reach Moscow in 50 minutes, so Russia claims. Reach Leningrad in 5 minutes, so Russia claims. So these are set of security perception that Russia feels. So this is something that has been built up. And also in Russia, with the with the Putin administration, which has gone back to Russian chauvinism, arguing that Ukraine was always part of Russia. It was only the Bolsheviks who gave Ukraine an independent status. He calls it that was Lenin's mistake of giving them independent status, otherwise Ukraine is part of Russia. And with that Russian chauvinism, that nationalistic chauvinism, Putin is proceeding. But these are problems that have a very, very dangerous consequences. All these are nuclear powers. Belarusia now yesterday said that it is reactivating its nuclear installations, that they are supporting Putin and Russia. Now, if this whole thing plays up, the way it will go, that will be, it's already in a very, very uncertain terrain. Because all these developments have their own unintended consequences. And therefore, it is a dangerous situation that has to be de-escalated. So what we are saying is, this has to stop now immediately, ceasefire, but all the agreements that were made, all the assurances that US imperialism had made in the past and the NATO, they have to be implemented. And no country's security can be strengthened by posing threats of security to another country. That is a laid down international principle that must be adhered to. With us, our people stranded there. Now a big photo op session is going on for the last 3 days. Yesterday was the Prime Minister's own photo op when he conducted this. I think India has a track record. You leave a foreign office and the foreign officers and the Ministry of External Affairs and the Home Affairs. India has evacuated more than 1 lakh of people during the Gulf War, evacuated more than 1 lakh of people during the Libyan crisis, but there were no photographs of people coming back with Indian flags and thank you Modi postcards those days. This is part of the job that the government has to do. Instead of that, now if you ask them, they say what to do. We have sold away Air India, so we don't have planes to bring back people. You have the right to commander aircraft from any airline in a state of national emergency. Do that. Now let us see what's happening, but they are watching up this entire thing. But the lives of these Indians there, particularly are students, they'll have to be saved. The government must pay the required attention and actually get their act together. അമേരിക്കൻ അധീശത്വത്തിൻ്റെതായ നടപടികൾ ഈ കാലയളവിൽ പല രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടും പല ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും കാണാൻ കഴിയും. ലാറ്റിൻ അമേരിക്കയിലുള്ള തുടർച്ചയായ അമേരിക്കൻ ഇടപെടൽ, ക്യൂബയ്ക്ക് നേരെയുള്ള സാമ്പത്തിക ഉപരോധം, ക്യൂബയും ദക്ഷിണ കൊറിയയും ഭരണകൂട ഭീകരതയുടെ രാജ്യങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങൾ, ഇവയെല്ലാം തന്നെ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവങ്ങളിൽ അമേരിക്ക സ്വീകരിക്കുന്ന സമീപനം? ഏറ്റവും ഒടുവിൽ ഉക്രൈനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ,
റഷ്യൻ കടന്നാക്രമണം എന്നുള്ളത് ഒരു ഉത്തരമായി നമ്മൾ കാണുന്നേയില്ല. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണം. സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. എന്നാൽ എങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യത്തിലേക്ക്, ഈ സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ വഴി യുദ്ധം അവസാനിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ലോകം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട രീതികൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ ഘട്ടം മുതൽ അമേരിക്ക ഈ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ തകരുന്ന ഘട്ടത്തിൽ, ഗോർബച്ചേവിന്റെ കാലഘട്ടത്തിൽ തന്നെ അമേരിക്ക ഒരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പുമുള്ളത് നാറ്റോ കിഴക്കൻ മേഖലയിലേക്ക് വ്യാപിപ്പിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ അത് പൂർണ്ണമായും ഈ കാലം ലംഘിച്ചു. ഉക്രൈൻ ഒഴികെയുള്ള, ഉക്രൈൻ വളരെ ചെറിയ രാജ്യമാണ്, മറ്റെല്ലാ മേഖലയിലേക്കും അമേരിക്ക നാറ്റോ സൈന്യത്തെ വിന്യസിച്ചു. 1,75,000 ട്രൂപ്പുകൾ ഇപ്പോൾ റഷ്യയുടെ ചുറ്റുവട്ടത്തുമായി നാറ്റോ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ലെനിൻഗ്രാഡിലേക്ക് മിസൈൽ എത്തിക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ക്രമീകരണങ്ങൾ അമേരിക്ക ഈ സംവിധാനം വഴി ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വശമാണ്. രണ്ടാമത്തെ വശം, പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ സങ്കുചിതമായ ദേശീയവാദത്തെ ശക്തിപ്പെടുത്തി. ഉക്രൈൻ എല്ലാ കാലത്തും റഷ്യയുടെ ഭാഗമായിരുന്നുവെന്നും ലെനിൻ ചെയ്ത ഒരു തെറ്റാണ് ഉക്രൈന് ആ കാലയളവിൽ സ്വയംഭരണം നൽകിയത്, അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമായി തന്നെ നിൽക്കേണ്ടതായിരുന്നു എന്ന സങ്കുചിതമായ ദേശീയവാദം ഈ കാലയളവിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നതും കാണണം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അങ്ങേയറ്റം അപകടകരമായ പ്രത്യാഘാതങ്ങളിലേക്കും അനിശ്ചിതത്വത്തിലേക്കും ലോകത്തെ എത്തിച്ചിട്ടുണ്ട്. ആണവശക്തിയാണ് ഈ മേഖലയാകെ. റഷ്യ തന്നെ നിരാണവീകരണം നടത്തിയിട്ടാണ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അവർ റഷ്യക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ലോക സമാധാനത്തിന് തന്നെ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക് ഇത് നയിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. അപകടകരമായ അവസ്ഥ ലോകത്തെത്തിക്കാനുള്ള ഈ നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് അമേരിക്ക നാറ്റോ വ്യാപിപ്പിക്കില്ല എന്ന ഉറപ്പ് പൂർണ്ണമായി പാലിക്കണം. യുദ്ധം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്തെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കരുത് എന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന തത്വം എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. അതുവഴി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയണം എന്നതാണ് നിലപാട്. ഇന്ത്യയുടെ സമീപനം നോക്കുകയാണെങ്കിൽ ഗൗരവമായി ഈ പ്രശ്നത്തെ നേരിടാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? നിരവധി ആളുകൾ വരുമ്പോൾ ഫോട്ടോ സെഷനുകൾ നടക്കുന്നുണ്ട്. മോഡിക്ക് നന്ദി പറയുന്ന കാർഡുകൾ പുറത്തിറങ്ങുന്നുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള അനുഭവമുണ്ട്. ഗൾഫ് യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ലക്ഷത്തിലധികം വരുന്ന ആളുകളെയാണ് അവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരാൻ അന്ന് രാജ്യത്തെ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാൻ അനുഭവ സമ്പത്ത് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിനുണ്ട്, നമ്മുടെ സംവിധാനങ്ങൾക്കുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കലുകൾക്ക് ആവശ്യമായ ഒരു സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തില്ല. എയർ ഇന്ത്യ ദേശീയ കാരിയർ ആയിരുന്നു, ഇന്ന് അത് സ്വകാര്യവൽക്കരിച്ചു. എന്നാൽ ദേശീയമായ ഒരു അടിയന്തര ആവശ്യത്തിന്റെ ഘട്ടത്തിൽ ഏത് കാരിയറും ഏറ്റെടുത്ത് അതിന് ഉപയോഗിക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരിനുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ ശരിയായ രൂപത്തിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. Against this imperialist agenda and its efforts to strengthen its global hegemony, there has also been growing popular resistance in various countries in the world. And this is particularly now been visible in Latin America, where a very big historic event took place in Chile, where in the elections the left won, and not only won, but Chile was the experiment with which neoliberalism began 50 years ago, and with the coup against Allende's government. In that Chile now you have a left government with Communist Party's participation in very prominent positions. You have the progressive forces and the left forces winning elections in Peru. You have the development, the growth of the left and the resistance against imperialism in Bolivia, in Honduras, and of course Venezuela stands out in the form of the resistance continuing to thwart all US imperialism's designs there, and socialist Cuba that remains the beacon of inspiration, that even today it stands up to all these pressures and in fact continues to develop despite all these pressures. But this resistance is also there in other capitalist countries in the world, not in terms of electoral victories like it happened in Latin America,
There's some gains in some European countries, but the working class movement, but the peasantry, they are also out resisting all these efforts and the greater austerity measures thanks to this deepening economic slowdown leading up to recession, which at least we think it's already recession, but they won't officially accept it. But in that sense, this growing resistance is there. That has to be strengthened further, and our party, whatever we can contribute, we'll have to do that to strengthen it. സാമ്രാജ്യത്വ അജണ്ട ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക നേതൃത്വം നൽകുന്ന ഘട്ടത്തിൽ തന്നെ ജനകീയ പ്രതിരോധങ്ങൾ വിവിധ രാജ്യങ്ങളിൽ ശക്തിപ്പെടുന്നു എന്നതും കാണണം. ലാറ്റിൻ അമേരിക്കയിൽ അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ചരിത്ര പ്രാധാന്യമേറിയ ഒരു തിരിച്ചുവരവാണ് ചിലിയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായത്. ചിലിക്കയുള്ള പ്രത്യേകത നവ ഉദാരവൽക്കരണ നയങ്ങളുടെ പരീക്ഷണശാലയായി 3 ദശകങ്ങൾക്ക് മുൻപ് അമേരിക്ക കണ്ടിരുന്നത് ചിലിയെയാണ്.